നമസ്കാരം. കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു സംരംഭകനും ആദ്യം നേരിടേണ്ടി വരുന്നത് ചുവപ്പ് നാടകളുടെ കനത്ത കെട്ടുകളാണ്. അവൻ ലൈസൻസ് കിട്ടില്ല, ഒരു കടലാസും കിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. തുടക്കം മുതൽ അവനെ മുടക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ വ്യവസായ മേഖല അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഞാനും അതിനൊരു ഇരയാണ്. ഒരു ഓൺലൈൻ സംരംഭം, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ, ഒരു LLC രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു വർഷം ഞാൻ സർക്കാരിന്റെ പിന്നാലെ നടന്നു. ഒരു ചെറിയൊരു കുറിപ്പ് കൊടുത്താൽ മതി, അവരുടെ വെബ്സൈറ്റിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതായത് ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ, കേരള സർക്കാരിന് ഇപ്പോഴും മനസ്സിലാക്കി. അവരുടെ നിയമത്തിനുള്ളിൽ 1967 നിയമമാണ്. പക്ഷേ ഒരു അപേക്ഷ സ്വീകരിക്കുന്നത് എല്ലാം ഡിജിറ്റലൈസേഷൻ ആണെന്ന്. പക്ഷെ അവരുടെ ഒരു ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് അപ്രൂവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയും ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ലൈസൻസ് തരാൻ തൽക്കാലം പറ്റില്ല, അതിൽ നിയമം ഇല്ല എന്ന് പറയും. 1967 നിയമം അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. ലൈസൻസ് കൊടുക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും വ്യവസായ വകുപ്പ് ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കണമെന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ തയ്യാറാണ്. കോടികൾ നമ്മുടെ ഖജനാവിലേക്ക് വരാനുള്ള കോടികളാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ എന്തായാലും കർണാടകയിൽ പോയി കമ്പനി തുടങ്ങി. 3 ദിവസം കൊണ്ട് കമ്പനി തുടങ്ങാൻ പറ്റി. ഒരു മാസം കൊണ്ട് ബാങ്ക് അക്കൗണ്ടും എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റി. ഒരു വർഷമായിട്ട് കമ്പനി പ്രവർത്തിക്കുന്നു. മനസ്സിലാക്കണം, കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ചുവപ്പ് നാടുകളുടെ കനത്ത കെട്ടുപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ അനുമതിക്ക് വേണ്ടിയിട്ട് ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേയുന്ന ഒരു അവസ്ഥ, ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. അതൊരു വശത്ത്. പിന്നെ നമ്മൾ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാലോ നോക്കുകൂലി അല്ലെങ്കിൽ പിടിച്ചുപറി, ഇതിനെല്ലാം പുറമെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള തടസ്സവാദങ്ങൾ, ഫയലുകൾ വെച്ച് താമസിപ്പിക്കാനുള്ള മെല്ലെപ്പോക്ക്, ഇതെല്ലാം കൂടിയാകുമ്പോൾ നല്ലൊരു ശതമാനം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ തുടങ്ങിയ ഉടൻ തന്നെയോ അടച്ചു പൂട്ടേണ്ടി വരുന്നു എന്നത് നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവം, ഈ അടുത്ത് നടന്നൊരു സംഭവം, ഏതാനും ദിവസം മുമ്പ് നടന്നൊരു സംഭവം പറയാം. പുത്തോഷി എന്നൊരു ജാപ്പാനീസ് സംരംഭകൻ, അയാള് മധുര സ്വദേശിയായിട്ടുള്ള ശരവണ ഭവനും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു റെഗ്വേഴ്സ് എന്ന് പറയുന്ന ഒരു ടോയ് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങി. ഈ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മോൾഡ് തയ്യാറാക്കുന്നതിനായിട്ട് ഏകദേശം 50 ലക്ഷം രൂപയോളം അവർ കോയമ്പത്തൂരിലെ ഒരു കമ്പനിക്ക് നൽകി. എന്നാൽ ആ കമ്പനി അവർ ചെയ്യേണ്ട സ്ഥാനത്ത് മറ്റ് 5 ചെറുകിട വെണ്ടർമാർ, ചെറിയ കമ്പനികൾക്ക് ഉപകരാറായിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇവർ കരാറെടുത്തു, എന്നിട്ട് വേറെ 5 കമ്പനികൾക്ക് സബ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഈ 5 കമ്പനികളും ഇവർക്ക് ആവശ്യമായ മോൾഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ കരാർ പ്രകാരമുള്ള തുക പോരാ, കൂടുതൽ തുക വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനായിട്ട് ഏതാണ്ട് 6 മാസത്തോളമായിട്ട് ഈ ജപ്പാനീസ് സംരംഭകൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ, കോടതികളൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പോവാണ്. അതായത് സർക്കാർ, ഈ ഭരിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോ ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അവസാനം ഗതി മുട്ടിയിട്ട്, എല്ലാത്തിനും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ ഒരു അവസാനം ഒരു അത്താണി എന്ന് പറയുന്നത്. അങ്ങനെ ഗതി മുട്ടിയിട്ട് അദ്ദേഹം തമിഴ്നാട് വ്യവസായ മന്ത്രി കീർത്തനെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അങ്ങോട്ട് പങ്കുവച്ചു. ആ വീഡിയോ വൈറലായി, നല്ല രീതിയിൽ വൈറലായി. പക്ഷെ അത് വൈറലാകുന്നതിന് മുമ്പ് അതിന് പരിഹാരമായി. വീഡിയോ വലിയ രീതിയിൽ വൈറലാകുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിന് മറുപടിയും കിട്ടി. 48 മണിക്കൂറിനുള്ളിൽ ആ ജാപ്പനീസ് വ്യവസായിയുടെ പ്രശ്നം പൂർണ്ണമായിട്ട് അങ്ങോട്ട് പരിഹരിച്ചു കൊടുത്തു. അതായത് യുവാക്കൾ, ഞാൻ ഈ പറയുന്നത് ചെറുപ്പക്കാർ, യുവാക്കൾ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അവർ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാ, ഇവിടുത്തെ ആവശ്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും, അല്ലാതെ വെച്ച് താമസിപ്പിക്കില്ല. ഈ പഴയ, ഞാൻ അവർ വൃദ്ധരെ കുറ്റം പറയുന്നതല്ല പറയുന്നത്, അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണം. ഇന്നാണ് ഭരിക്കുന്നത്, അവർ ജീവിച്ച് വളർന്ന ആ ഒരു സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി വരണം. അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഏതായാലും ഈ യുവാക്കളായതുകൊണ്ട് അടിയന്തര ഘട്ടത്തിൽ എത്ര വേഗത്തിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് നടപടികളുണ്ടായി. അങ്ങനെ ആ കാര്യത്തിന് സൊല്യൂഷൻ അങ്ങോട്ടുണ്ടായി. നമുക്ക് കേരളത്തിൽ നടന്ന ചില കാര്യങ്ങൾ നോക്കാം. ഈ സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഈ വ്യവസ്ഥയുടെ പരാജയം നമുക്ക് എടുത്തു കാണിച്ചു തരുന്നതാണെന്നൊക്കെ. വിദേശത്ത് നിന്ന് ഇപ്പോ പ്രവാസിയായിരുന്ന ആള് അവിടെ നിന്ന് വന്ന് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ട് സ്വന്തം നാട്ടില് ഒരു വ്യവസായ സംരംഭം തുടങ്ങി. ഒരു പ്രവാസി സംരംഭകൻ, സാജൻ എന്നാണ് പേര്. പ്രാദേശിക ഭരണകൂടത്തിന്റെ ക്രൂരമായ ചുവപ്പ് നാടുകളിൽ കുരുക്കി അവസാനം അയാൾ ജീവിതം തന്നെ അവസാനിപ്പിച്ച ഒരു സാഹചര്യം, അത് ഈ ദുരന്ത കേരളം മറന്നിട്ടുണ്ടോ? അതുപോലെ ആന്തൂരിലെ പ്രവാസി ദമ്പതികളുടെ കാര്യം, അവർക്ക്
ഈ കൺവെൻഷൻ സെന്ററിന് അനുമതി കിട്ടാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം ഈ ഉദ്യോഗസ്ഥരെ അവരുടെ ഇഷ്ടങ്ങൾക്ക്, അവരുടെ തോന്നിയാസങ്ങൾക്ക് മുന്നിൽ കൈയും കെട്ടി നിൽക്കേണ്ടി വന്നത് നമ്മൾ കണ്ടതല്ലേ. ഇനി കിറ്റക്സ് പോലുള്ള ഒരു ഗ്രൂപ്പ്, നമ്മുടെ കേരളത്തിലെ ഒരു വൻകിട ഗ്രൂപ്പ് തന്നെ, ഒരു വ്യവസായ സംരംഭകർ തുടർച്ചയായിട്ട് ഉദ്യോഗസ്ഥ പരിശോധനയും അനാവശ്യമായിട്ട് വിവാദങ്ങളിലും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. മനം എടുത്തിട്ട് അവരുടെ ഒരു പ്രോജക്റ്റ് കോടിക്കണക്കിന് രൂപയുടെ അടുത്ത നിക്ഷേപ പദ്ധതികളൊക്കെ അടുത്ത സംസ്ഥാനമായ തെലങ്കാനയിലേക്ക് അവർ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്ന് കൊണ്ടുപോയി മാറ്റിയത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ. ഇതൊക്കെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. തമിഴ്നാടും തെലങ്കാനയും പോലെയുള്ള സംസ്ഥാനങ്ങൾ ഒരു വ്യവസായിയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ മണിക്കൂറുകൾക്കകം ഇടപെടുകയും ചെയ്യുമ്പോൾ കേരളം ഇന്നും ഫയലുകളുടെ നൂലാമാലകളിലും യൂണിയൻ താല്പര്യങ്ങളിലും ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലുമൊക്കെ ഇങ്ങനെ അഹങ്കരിച്ചിരിക്കുകയാണ്. ഈ ഒരു വ്യവസ്ഥിതിക്ക് അടിയന്തരമായ മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ കേരളം വെറും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് മാത്രമായി അവശേഷിക്കും. അവിടെയും ഇവിടെയും ചെറിയ ചില വ്യവസായ സംരംഭങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യം വരും. ഇവിടുത്തെ യുവാക്കൾ തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ വിദേശങ്ങളിലേക്കും പലായനം ചെയ്യുന്നത് തുടരുകയും ചെയ്യും. ഇവിടെ മാറ്റിമറിക്കേണ്ടത് ഇവിടുത്തെ നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് വ്യവസായങ്ങളോടും സംരംഭങ്ങളോടുള്ള ഉദ്യോഗസ്ഥരുടെയും ഭരണ സംവിധാനങ്ങളുടെയും മനോഭാവമാണ്. അത് മാറാതെ നമ്മുടെ ഈ കേരളം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. Different angles. Don't forget to subscribe and support this channel.